F1 റേസിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ സ്പാർക്സ്. ഈ സ്പാർക്സ് ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ $1 ബില്യൺ വിലയിൽ ഈ കാറിന്റെ താഴെ വെച്ചിരിക്കുന്ന വെറും ഒരു തടി കഷ്ണവും അതിലുള്ള കുറച്ച് ടൈറ്റാനിയം പീസസുമാണ്. കാറിന്റെ താഴെ വെച്ചിരിക്കുന്ന തടി കഷ്ണം അല്ലെങ്കിൽ വുഡൻ പ്ലാങ്ക്സ് ഓരോ റേസ് കഴിയുമ്പോഴും FIA ചെക്ക് ചെയ്യുന്നു. റേസ് തുടങ്ങുന്നതിന് മുൻപ് 10 mm തിക്നെസ് ഉള്ള ഈ പ്ലാങ്കിന്റെ തിക്നെസ് റേസ് കഴിയുമ്പോൾ 9 mm കുറയാൻ പാടില്ല. അതിലും കൂടുതൽ കുറഞ്ഞാൽ അതിനർത്ഥം കാറ് ട്രാക്കിൽ അമിതമായിട്ട് ഉറഞ്ഞു എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ ടീമിനും ഡ്രൈവറിനും പെനാൽറ്റി കിട്ടും. ഇടയ്ക്ക് ഡ്രൈവറിന് ഡിസ്ക്വാളിഫിക്കേഷൻ വരെ കിട്ടാറുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ ടൈറ്റാനിയം പീസസിന്റെ കാര്യം പറയാം. ഇവ വുഡൻ ബ്ലോക്കിന്റെ സമീപത്തായിട്ടാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. റേസിനിടയിൽ പല തവണ F1 കാറിന്റെ അടിഭാഗം ട്രാക്കിൽ മുട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കാറിന് ഡാമേജ് വരാതിരിക്കാനായിട്ട് ആദ്യം ട്രാക്കുമായിട്ട് ഉറയുന്നത് ഇതേ ടൈറ്റാനിയം പീസസ് ആണ്. അതുകൊണ്ട് തന്നെ കാറിന്റെ കാർബൺ ഫ്ലോറിനും വേണ്ടത് പ്രൊട്ടക്ഷൻ ലഭിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ വുഡൻ പ്ലാങ്ക്സും അമിതമായി തേയുന്നത് കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു. ഇതേ ടൈറ്റാനിയം പീസസ് ട്രാക്കിൽ ഉറയുമ്പോഴാണ് നമ്മൾ കാണുന്ന മനോഹരമായിട്ടുള്ള സ്പാർക്സ് ഉണ്ടാവുന്നത്. അതായത് സ്പാർക്സ് ഉണ്ടാക്കുക എന്നത് ഇവയുടെ പ്രധാന ജോലിയല്ല, പക്ഷേ കാറിന്റെ അടിഭാഗത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഒപ്പം ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു പ്രതിഭാസമാണ് ഈ സ്പാർക്സ്. ഇതുപോലെ തന്നെ F1 മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടെക്നിക്കൽ കൺസെപ്റ്റായ ഡൗൺ ഫോഴ്സിനെ കുറിച്ച് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ റിലേറ്റഡ് പ്ലേലിസ്റ്റിൽ നിന്നും അതുകൂടി ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതുപോലെ F1 കൂടുതൽ രസകരമായിട്ടുള്ള ടെക്നിക്കൽ എക്സ്പ്ലനേഷൻസും റേസ് അനാലിസിസിനുമായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് റേസിന് കാണാം. ബൈ.